സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ വൈസ്മെൻ റജി. ഞങ്ങളുടെ വൈസ്മെൻ്റെ മൈനർ പ്രോജക്റ്റായ ട്രാഫിക് അവയർനെസ് ബന്ധപ്പെട്ടാണ് ഞാനിവിടെ ഇപ്പോൾ നിൽക്കുന്നത്. ഞാൻ നിൽക്കുന്നത് കേശുദാസ്പുരത്ത് വളരെ പ്രശസ്തമായ ഒരു മുസ്ലിം പള്ളിയുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള സൈഡിലാണ് നികുഞ്ചം അപ്പാർട്ട്മെൻറ്റിൻ്റെയൊക്കെ അടുത്തായിട്ട്. ഇത് അടുത്ത പോസ്റ്റാണ്. നോ പാർക്കിംഗ് എന്നുള്ള ബോർഡുണ്ട്. പക്ഷേ വണ്ടികൾ ഐശ്വര്യമായിട്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം, അങ്ങനെ അറ്റം വരെയും വണ്ടികളുണ്ട്. അവിടെയും നോ പാർക്കിംഗ് ബോർഡുണ്ട്, ദൂരമായിട്ടുണ്ട്. അപ്പോൾ ഈ നോ പാർക്കിങ്ങിനെ ഒക്കെ ഇഗ്നോർ ചെയ്തുകൊണ്ട് ഇടാൻ ഒരു കാരണം എന്ന് പറഞ്ഞാൽ നേരത്തെയൊക്കെ ഞാൻ സൂചിപ്പിച്ച പോലെ ഈ വരയായിരിക്കണം. പക്ഷേ അതൊരു ന്യായമായ വാദമല്ല. നോ പാർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ പാർക്കിംഗ് തന്നെയാണ്. അത് വയലേഷനാണ്. ക്യാമറയിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ വയലേഷൻ തന്നെയാണ്. അതുപോലെ ഇത് ഇപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഇവർ നോ പാർക്കിംഗ് ബോർഡ് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വരയാണ് കൺഫ്യൂസിങ് എന്ന് തോന്നുന്നു. അതെനിക്കറിയില്ല എന്തുകൊണ്ടാണെന്നുള്ളത്. എന്തായാലും നമ്മൾ ട്രാഫിക് അവയർനെസ് ഉണ്ടാവുക, സിവിക് സെൻസ് ഉണ്ടാവുക, നമ്മൾ ട്രാഫിക് റെഗുലേഷൻസ് നമ്മൾ ഫോളോ ചെയ്യുക. എന്നാൽ കൂടുതൽ നമ്മുടെ ലൈഫ് ബെറ്റർ ആവും. അതുപോലെ നമുക്ക് ആക്സിഡൻറ്റ്സ് കുറയ്ക്കാം. ആളുകൾ പോകുന്നവർക്ക് നേരെ പെട്ടെന്ന് വീട്ടിലെത്താം. കാര്യം ഇത് അല്ലെങ്കിൽ ഓഫീസിലോ എവിടെയാണെന്ന് വെച്ചാൽ എത്താം. കാര്യം ഇത് ഇങ്ങനെ ഇട്ട് കഴിയുമ്പോൾ ഇവിടെ സ്ഥലമില്ല. ആക്ച്വലി ഇതെല്ലാം മിക്കവാറും ഇവിടെ ഒരു പ്രശസ്തമായ ഹോസ്പിറ്റലിൻ്റെ അവിടെ വരുന്ന വണ്ടികളാണ്. ഇത് അവർ ഹോസ്പിറ്റലിൽ ഫെസിലിറ്റി കൊടുത്തിട്ടുള്ളതാണ്. ആ പാർക്കിംഗ് സ്ഥലങ്ങളിൽ പാർക്കിംഗ് ഉപയോഗിക്കുക. ഹാവ് എ നൈസ് ഡേ. സൈനിങ് ഓഫ് റജി.